ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ തമ്മിൽ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വണ്ടികൾ, അതായത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകട്ടെ. ഏതൊക്കെ വണ്ടികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മൊത്തം എത്ര വണ്ടി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ. കണ്ണയിൽ പറഞ്ഞിട്ട് വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, വലിയ കളക്ഷനും അല്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പോകുന്ന നിങ്ങൾക്കും മനസ്സിലാവും. എന്നെ അപേക്ഷിച്ച് ഇതൊക്കെ വലിയൊരു കളക്ഷൻ കേട്ടോ. അപ്പം എനിക്ക് മൊത്തത്തിൽ 3 വണ്ടിയുണ്ട്. അപ്പോൾ ഒരു 4 വീലർ, ഒരു ആൾട്ടോ ഉണ്ട്, പിന്നെ ഒരു 2 വീലർ 2 ഉണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചൂണ്ടയിടാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു വണ്ടി അതായിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 14 വർഷം പഴക്കമുള്ള വണ്ടി കേട്ടോ. അപ്പം നമ്മൾ എന്നും കടലിൽ ചൂണ്ടയിടാൻ പോകുന്നതുകൊണ്ട് ഇതിന് മൊത്തത്തിൽ പണിയായിരിക്കുക. നമ്മുടെ എല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുക കേട്ടോ. അപ്പം അടുത്ത വർഷം, അതായത് ഈ വർഷം ലാസ്റ്റ് ഡിസംബറിൽ ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് കൊണ്ട് ചേസൊക്കെ ഒരുമാതിരി ആയിരിക്കും കേട്ടോ. തുരുമ്പ് ടെസ്റ്റ് പാസ്സാണെങ്കിൽ വണ്ടി റീകണ്ടീഷൻ ചെയ്യണം എന്തായാലും. വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ചേസൊക്കെ പറ്റുവാണെങ്കിൽ എല്ലാം സെറ്റാക്കി ഇതിൻ്റെ എല്ലാം A to Z എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ പുതിയ വണ്ടി പോലെ ആക്കണമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മൈലേജ് ഒരു രക്ഷയില്ല. നമുക്ക് ഒരു 100 രൂപയുടെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കണം, എത്ര വേണമെങ്കിലും കേട്ടോ. നല്ല മൈലേജ്. അത് ദൂരയാത്രകളിലും, അതായത് ഈ ചൂണ്ടയിടാൻ പോകുമ്പോഴൊക്കെ ഒത്തിരി ദൂരെയൊന്നും നമ്മളിതേ പോകത്തില്ല, അതിനുള്ള പറ്റത്തില്ല. കാരണം ലോങ് ഒന്നും ഓടാനുള്ള കപ്പാസിറ്റി അവനില്ല. അപ്പം അത്യാവശ്യം ചൂണ്ടയിടാൻ പോകാനും എല്ലാം ഉപയോഗിക്കുന്ന ആ വണ്ടി കേട്ടോ. ഇത് 100 രൂപയുടെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓടും. ഇപ്പോൾ രണ്ടാമത് ഉപയോഗിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഇവൻ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പടക്കുതിര കേട്ടോ. ഇതിപ്പോൾ ഇടക്കാലത്തൊന്നൊരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് മൊത്തത്തിൽ പണിയായിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡിസ്കൊക്കെ ഒന്ന് പൊട്ടിയായിരുന്നു. ഡിസ്കല്ല, ഈ അലോയും, ആ ഡിസ്കും ബെൻഡായിരുന്നു, ഈ അലോയൊക്കെ ഒന്ന് പൊട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് 10-15,000 രൂപ മുടക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് 100 350 കേട്ടോ. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ നമുക്കറിയാമല്ലോ. വണ്ടി മൊത്തം പൊടി പിടിച്ച് നാശമാക്കി കേട്ടോ. മൊത്തം പൊടി. ഒത്തിരി ദിവസമായിരുന്നു തുടയ്ക്കുകയും കഴിയുകയൊക്കെ ചെയ്തിട്ട്. വണ്ടി എടുത്തില്ല, കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 30 ആണ് കമ്പനി പറയുന്നത്. ഒരു ലോങ്ങൊക്കെ ഓടുമ്പോൾ ഒരു 35-40 വരെ കിട്ടുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ലോങ് ഓടുമ്പോൾ ഒരു 40-ൻ്റെ അടുത്ത് വരെ കിട്ടുന്നുണ്ട് വണ്ടി, കുഴപ്പമില്ല. മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ആൾട്ടോ കേട്ടോ. ഇപ്പോൾ ഫാമിലിയുടെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്, പുതിയ വണ്ടിയല്ല. ഇതിൻ്റെ ടയറൊക്കെ 4 ടയറും ഞാൻ ചേഞ്ച് ചെയ്തു, റീകണ്ടീഷൻ ചെയ്തിട്ടേക്കുവാണ്. വണ്ടി കണ്ടീഷനാണ്, സൂപ്പർ വണ്ടിയാണ്, നല്ല മൈലേജും കാര്യങ്ങളും തരുന്ന വണ്ടിയാണ്. അപ്പം ഈ വണ്ടിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇൻറ്റീരിയറൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി ഇട്ടേക്കാണ്. കുറേയൊക്കെ അടിയിലൊക്കെ ഫുള്ള് പൊടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ട് വന്നതാണ്. നമ്മുടെ ആൾട്ടോയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, സൂപ്പർ വണ്ടിയാണ്. സാധാരണക്കാരൻ്റെ ബെൻസാണ്. ഞാനൊരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് എന്തായിട്ടും ഉണ്ടാവും. എടുക്കുവാണെങ്കിൽ നമ്മളൊരു വലിയ വണ്ടി എടുക്കത്തുള്ളൂ. അതായത് മമ്മി, പപ്പ, കുഞ്ഞ്, വൈഫ്, അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും എക്സ്ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഇതൊരു മുന്നോടിയായിട്ട് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഒരു വർഷത്തോളം ആവുന്നു എടുത്തിട്ട്. അതിന് മുമ്പ് എനിക്ക് കാറെന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു, പ്ലാനിങ്ങും ഇല്ലായിരുന്നു, പെട്ടെന്ന് എടുത്താൽ. അപ്പം ആൾട്ടോ നല്ല മൈലേജാണ്, 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി റിവ്യൂ ഒന്നും അല്ല പറയുന്നത് കേട്ടോ, എൻ്റെ വണ്ടിയുടെ അഭിപ്രായം ഞാൻ പറയുന്നത്. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ മൈലേജ് കിട്ടുന്നത് കൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അറിയാമല്ലോ, മൈലേജ് കൂടുമ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറയും. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടും ഒരേപോലെ നോക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നിനും മൈലേജ് അല്ല. 3 വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 2 വീലറും ഒരു 4 വീലർ. 4 വീലർ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ ചൂണ്ടയിടാനൊന്നും പോകുമ്പോൾ ഇത് ഉപയോഗിക്കാറേ ഇല്ല. നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കേട്ടോ. പിന്നെ ഇതൊന്നും യൂട്യൂബ് വരുമാനമല്ല. യൂട്യൂബ് വരുമാനം എന്ന് പറയാൻ ഒന്നും ആയിട്ടില്ല. പിന്നെ അപ്പം ഞാൻ ഇന്ന് വന്നത് തമ്മിൽ കണ്ടുവിട്ട് വലിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഈ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ വീട്ടിലുള്ള വണ്ടിയാണ് ആൾട്ടോ. പിന്നെ 2 വീലർ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ എന്നെ അപേക്ഷിച്ച് ഇതൊക്കെ വലിയ കാര്യമാണ്. ഒരു 3 വാഹനമുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ മുമ്പോട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടാവും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. ഈ ഫിഷിംഗ് വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസ് ചെയ്യണമെന്ന് ഒത്തിരി ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഒരു ആക്സിഡൻറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഡിലേ ആക്കിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബുള്ളറ്റ് ഒന്ന് ആക്സിഡൻ്റ് ആയി, ബാക്ക് വീലൊക്കെ ഒന്ന് പൊട്ടി. ഇപ്പോൾ ഒരു 10-15,000 രൂപയുടെ ചിലവും കഴിഞ്ഞ് വണ്ടി റെഡിയാക്കി കൊണ്ടുവന്നേക്കുവാണ്. അപ്പം വീട്ടുകാർക്കൊരു പേടി. ഞാൻ കഴിഞ്ഞ വർഷം ആക്സിഡൻ്റ് ആയതുകൊണ്ട് വീട്ടുകാർക്കൊരു പേടി. അപ്പോൾ ആ ഒരു പേടി മാറിയിട്ട്
വീണ്ടും നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ഒന്നുമല്ല, കേരളത്തിൽ നമ്മൾ ആദ്യം കാണുക. കേരളം കണ്ട് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് വെളിയിലോട്ടോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലോട്ടോ പോകാമെന്ന് വിചാരിക്കുന്നത്. കേരളത്തിൽ എന്തുമേടി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കാണാനും പിടിക്കാനൊക്കെ. കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് ട്രിപ്പ് പോകാനും കാണാനും. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണാതാണ് ആൾക്കാർ പലപ്പോഴും കേരളം വെളിയിലോട്ട് പോകുന്നത്. എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നല്ല നല്ല സ്ഥലങ്ങളൊന്നും കാണാതെ ഇന്ത്യക്ക് വെളിയിലോട്ടും കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ കേരളമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും. ഫിഷിംഗ് വീഡിയോസ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഗോപ്രോ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഫിഷിങ്ങിൻ്റെ ഡയറക്റ്റ് വീഡിയോസ് ഒന്നും വരാത്ത കേട്ടോ. എന്തായാലും ഫിഷിംഗ് വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞോളൂ ട്രാവലിങ്ങും പിന്നെ ഇതുകൂട്ടത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ ചാനലിലൂടെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുപോലെ